ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കല്യാണം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ സൽക്കാരാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ഞങ്ങളെ വീട്ടിൽ സൽക്കരിക്കുന്ന സൽക്കാരത്തിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ ഞങ്ങൾ ഇതെന്താ ലൈറ്റും കടയിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഇരിക്കണ്ട, ഞങ്ങൾ ലൈറ്റ് വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ. പിന്നെ നമ്മളൊരു ഹാളിലൊരു ലൈറ്റിൻ്റെ ഒരു പോയിന്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ലൈറ്റ് കേടുന്നിട്ട് കുറച്ചായി, ഇപ്പം ഒന്ന് മാറ്റി വെക്കാമെന്ന് അങ്ങനെ കകരം പറഞ്ഞപ്പം വാങ്ങതാ ഈ മോഡലാട്ടോ ഞങ്ങൾ വാങ്ങിയ ലൈറ്റ്. 3 ഇങ്ങനെ തൂങ്ങി നിൽക്കണ ലൈറ്റാണ്. അപ്പം ആ ലൈറ്റ് വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ സൽക്കാരത്തിനുള്ളൊരു ഒരുക്കങ്ങൾ എന്നുള്ള നിലക്കാണ് കേട്ടോ അതൊക്കെ ഇടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു ഫ്രൈ പാന് ചവിട്ടി കുറച്ച് 1-2 സാധനം കൂടെ വാങ്ങാണ്ട് അതിന് വേണ്ടി പിന്നെ പോയതാണ് കേട്ടോ. ഉപ്പിലിടാനുള്ള കുപ്പിയൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ചേളാരി ആദ്യം ഞാൻ GDSൽ പോയി. GDSൻ്റെ ഹോം മാർട്ടിൽ പോയപ്പോൾ അവിടുന്ന് പിന്നെ കിട്ടിയില്ല. പിന്നെ ഹോം സെൻറ്റർ തന്നെ ചേളാരി ഇതുണ്ട്, അപ്പോൾ അവിടെ നട്ട് കിട്ടും. പിന്നെ ഫ്രൈ പാൻ ഞാൻ വിചാരിച്ച് കിട്ടിയില്ല. പിന്നെ എല്ലാവരും സ്ഥലത്ത് തന്നെ വാങ്ങാൻ വിചാരിച്ചാണ്ട് അങ്ങോട്ടാട്ടോ വന്നത്. പിന്നെ ഹോം സെൻറ്ററിൽ നിന്നാണ് ഞാൻ വിചാരിച്ച ഫ്രൈ പാൻ കിട്ടി. കുറച്ച് വലുത് കിട്ടാനാണ്, ചെറുത് പുതിയതൊന്നുണ്ട്, പിന്നെ പഴയത് 2 ഉണ്ട് കുറേ ആയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് വലുത് വാങ്ങാമെന്ന് വിചാരിച്ചില്ല. പക്ഷേ സാധനം ഞാൻ അന്ന് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ആ പേരും പറഞ്ഞ് വാങ്ങി വെച്ചതാണ്, പുതിയതല്ലേ, അപ്പോൾ എടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ അതൊക്കെ വാങ്ങിയതിന് ശേഷം പിന്നെ സൽക്കാരത്തിന് 2 ദിവസം മുന്നേ ഞാൻ ക്യാരറ്റ് പിന്നെ ഉപ്പിലിട്ടത് പിന്നെ പൈനാപ്പിൾ പുളിട്ടിലൊക്കെ അന്ന് സൽക്കാരത്തിൽ നിന്ന് വെക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി അതൊക്കെ വാങ്ങിയിട്ടുണ്ടോ വാങ്ങിയിട്ടുണ്ടേന് കേട്ടോ. വാങ്ങാൻ പിന്നെ അന്നേരം കിട്ടിയിട്ടില്ലേന് പിന്നെ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇതൊന്നും എടുത്തിട്ടില്ല. ഇത് മക്കൾ പിന്നെ മോൻ്റെ ഫ്രണ്ട്സാണ്, കോളേജിൽ പഠിച്ച ഫ്രണ്ട്സ്. ഒരു വൈറ്റ് വാഷിനൊക്കെ പോണ മക്കളുണ്ട്. അപ്പോൾ ഓൻ വിളിച്ചതാട്ടോ അവരോട് ഒന്ന് വൈറ്റ് വാഷ് ചെയ്യാൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെയ്യുന്നൊരു വീഡിയോ ആണ്. പിന്നെ അത് കഴിഞ്ഞതാ വാളുമ്പക്ക് ഞാനൊരു ബോക്സ് ഓർഡർ ചെയ്തിനി. ഈ വോളുമലൊക്കെ ഫ്ലവർ വെക്കാൻ വേണ്ടി വെക്കുമല്ലോ. അപ്പോൾ അത് വന്നപ്പോൾ പിന്നെ ആ കയ്യാലെ തന്നെ കൊണ്ടുവന്നപ്പോൾ തന്നെ അതൊക്കെ കട്ട് ചെയ്ത് കണ്ട് നോക്കണ്ട് അങ്ങനത്താണെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു 3 കേട്ടോ ഞാൻ വാങ്ങിയത്. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ മോള് ആമസോണിൽ നോക്കിയപ്പോൾ നമ്മൾ വിചാരിച്ച മോഡൽ ഉണ്ട് പറഞ്ഞാൽ വേഗം ബുക്ക് ചെയ്ത് പിറ്റേന്ന് തന്നെ വരും എന്ന് പറഞ്ഞപ്പം ഞാൻ ബുക്ക് ചെയ്ത് ഓർഡർ കൊടുത്ത്. അങ്ങനെ ഇവിടെ ഈ ഭാഗം ഞാൻ വാൾപേപ്പർ ഒട്ടിക്കാനും വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ വാൾപേപ്പർ പിന്നെ എന്താ പറയുക അവിടെ ഒട്ടിക്കുന്നതും ഈ ഒരു സാധനം വെക്കുന്നത് ഞാൻ കുറച്ച് എൻ്റെ മനസ്സിലിങ്ങനെ കാണട്ടോ. അപ്പോൾ എനിക്ക് എങ്ങനെ വെക്കണം. അപ്പോൾ ഏതായാലും ആ ഭാഗം വൈറ്റ് വാഷ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ഇവിടെ വാൾപേപ്പർ ഒട്ടിക്കണം, ഞാൻ കുറേ ആയി വിചാരിക്കുന്നപ്പോൾ ആക്കാന്ന് പറയാണ്ട് അതൊക്കെ ചെയ്തു തന്നതാണ്. പിന്നെ നമ്മൾ ഷോക്കേസ് ഒന്ന് മാറ്റുന്നുണ്ട്. അത് കാക്കൻ്റെ ആഗ്രഹമാണ് ആ ഷോക്കേസിൻ്റെത്. ഞാൻ എപ്പം വിചാരിച്ചിട്ടില്ല, കുറച്ചും കൂടെ കഴിയിട്ട് മനുവിൻ്റെ കല്യാണം ആകുമ്പോൾ പുതിയ മോഡലൊക്കെ ആവും എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ തട്ടി നിൽക്കുകയും കാക്കക്ക് ഇങ്ങനെ അത് മാറ്റണം. എന്നാൽ പിന്നെ അത് മാറ്റട്ടെ എന്ന് വിചാരിച്ച് അത് മാറ്റാനാണ്. അപ്പോൾ ഇത് പരിപാടി രാവിലെ ഉണ്ട് വെക്കണത്. 2 ദിവസം മുന്നേ ആദ്യം പിന്നെ അളവൊക്കെ എടുത്ത് പോയിനി. അപ്പം പിന്നെ 2 ദിവസം മുന്നേ ഇത് നമ്മളെ നാത്തൂൻ്റെ മോളെ പുതിയാപ്പിളയാണ്, റയ്യാനൻ്റെ രാമനാട്ടത്തെ. അപ്പം ഒരു ഇങ്ങനെ തിരക്ക് കുട്ടിച്ച് അപ്പോൾ രാവിലെ വേഗം വന്ന് വെച്ചുതരാമെന്നൊക്കെ പറഞ്ഞതാട്ടോ. അപ്പോൾ ഇങ്ങനെ ലൈറ്റൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഇട്ട് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതിപ്പോൾ അന്ന് രാവിലെ പിന്നെ ഉള്ളി ഇതൊക്കെ തൊലിക്കലൊക്കെ ആണ്. അപ്പോൾ അനിയത്തിയും ഹാറുമോനും തലേ ദിവസം രാത്രി വന്നിട്ടുണ്ട്. അപ്പം അതുമാതിരി എൻ്റെ നാത്തൂന് സ്വതിയും മാളും പിന്നെ രാവിലെ 8 ആകുമ്പോൾ ഓരും എത്തിയിട്ടാണ്. അങ്ങനെ മാളു ഇറച്ചി കേൾക്കുന്നുണ്ട്. സ്വതിയും ആദ്യം സ്വതിയും മാളും മിച്ചും കൂടെ ചെമ്മി തൊലിച്ച്, പിന്നെ കുറച്ച് തൊലിച്ചാരോൾ വന്ന് ഇറച്ചി ഇത് ഇതാക്കി വെക്കാമല്ലോ. അതിന് മുന്നേ നമ്മൾ ബീഫ് അടുപ്പത്താക്കിയിട്ട് അതൊക്കെ അതിൽ ഒക്കെ ആക്കിയാണ്ട് അത് അടുപ്പത്ത് വെച്ചാണ് ചെമ്മി തൊലിക്കാനിരുന്നത് ഒരു. അപ്പോൾ ചെമ്മി ഫ്രൈയും ചിക്കൻ പൊരിച്ചതും ബീഫ് വരട്ടിയതുമാണ്. പിന്നെ ആട് ബിരിയാണിയും ചിക്കൻ മന്തിയും പിന്നെ സൈഡായിട്ട് ഇങ്ങനെ ഔട്ട് സലാഡ് ഗുലാബ് ജാമ് ഈ ഉപ്പിലിട്ടതുമാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. അപ്പോൾ കാക്കി മക്കളും കൂടെ പന്തലൊക്കെ ഇടാൻ മനു കാക്ക പിന്നെ റിച്ചു പൊന്നു ഹാറുമോന് തലേന്ന് വന്നിട്ടുണ്ടല്ലോ, ഓരോ എല്ലാവരും കൂടെ പന്തലിടുന്നതാണ്. പിന്നെ കാക്ക രാവിലെ ഇറച്ചിക്കും ഇതൊക്കെ പോയി വന്നതാണ്. അങ്ങനെ ഓരൊക്കെ പാടെ എല്ലാവരും കൂടെ ഒക്കെ പൊന്നും റിച്ചൊക്കെ എന്താമാതിരി രാവിലെ നേരത്തെ വന്നിട്ടുണ്ട്. 6 തലേന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ രാവിലെ എത്തിയതാണ്. അങ്ങനെ ഇറച്ചിയൊക്കെ തിളക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അന്നേരം ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ അപ്പോൾ ചിക്കൻ പൊരിക്കേണ്ടത് ഈ പാത്രം ഞാൻ പിന്നെ വാടകയ്ക്ക് ഇവർ അവരോട് പറഞ്ഞതാണ് അങ്ങനെ ഒരു പാത്രം വരുന്നത്. പിന്നെ നമ്മൾ ഇതിന് ജ്യൂസായിട്ട് ജ്യൂസ് കൊടുത്തത് പൈനാപ്പിളും വത്തക്കയാണ്. അപ്പോൾ പൈനാപ്പിളൊക്കെ അടിക്കാനത് യസീറാണ്. അപ്പോൾ ഓള് പിന്നെ ഒരു 11 ആകുമ്പോൾ തോളെത്തിയിട്ട് യസീറും മക്കളൊക്കെ എത്തി. അങ്ങനെ പിന്നെ ഓള് ജ്യൂസ് അടിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒക്കെ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിങ്ങനെ ഇടയിലിടയിൽ വന്ന് ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ കേട്ടോ. എനിക്കിപ്പം വീഡിയോ വേണമല്ലോ, അപ്പോൾ ഒന്ന് എടുക്കുകയാണ്. പിന്നെ പൈനാപ്പിളും മാങ്ങയും കക്കിരിയും കൂടെ ഒരു സലാഡ് ഉണ്ടാക്കുന്നുണ്ട്. അത് അരിയാണ്. അത് അരിയും ചെറിയ കുനുകുനായി അരിയണമല്ലോ, കുറേ നേരം അവിടെ ഇരുന്നത് അരിയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചെമ്മി ഫ്രൈ ആക്കുകയാണ് അതിട്ടാ. അങ്ങനെ വന്നത് അരിഞ്ഞെല്ലാം കഴിഞ്ഞാണ്ട് വലിയൊരു പാത്രത്തിലാക്കിയാണ്ട് റിച്ച് വന്നുകൊണ്ട് അതൊക്കെ മിക്സ് ആക്കുകയാണ്. അതിൽ നാരങ്ങ നീരും കുരുമുളക് പൊടിയൊക്കെ ഇട്ടുങ്ങാണ്ട് അത് മിക്സ് ആക്കുകയാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ ഒന്ന് എടുത്തതാണ്. അങ്ങനെ അവിടെ ഉപ്പും പുളിയൊക്കെ നോക്കുന്നുണ്ട് ഓരോരുത്തർ. അപ്പോൾ കാക്കൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയും പിന്നെ നമ്മളെ അതായത് ബാദുവിൻ്റെ അമ്മായിമ്മ അമ്മശാങ്ക, ബാഹിറിൻ്റെ അമ്മായിമ്മ അമ്മശാങ്ക അവരൊക്കെ വിളിച്ചിരിക്കുന്നത്. പിന്നെ അമ്മായി ബാദുവിൻ്റെ അമ്മേൻ്റെ വാട് ഇവിടെ ഞങ്ങളൊരു റിലേഷനും കൂടെ ആണ് കേട്ടോ. അപ്പോൾ ഒരു ഇവിടെ അടുത്താണ് ഓര് എൻ്റെ അടുത്തോളം എല്ലാവരും അതും വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ. എക്സ്ട്രാ ഉള്ളത് ഓരാണ്. പിന്നെ കാക്കൻ്റെ ചങ്ങന്മാർ അങ്ങനെ 1-2 കുറച്ച് ആൾക്കാർ, ഒരു 5 ആൾക്കാരൊക്കെ കൂടുതലായിട്ടുണ്ട്. പിന്നെ മോളെ വീട്ടിൽ നിന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ. പിന്നെ കാക്കൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ വലിയൊരു കുടുംബം, 4 പെങ്ങന്മാരും ഏട്ടനും മക്കൾ പേരക്കുട്ടികളൊക്കെ ആയിട്ടുള്ളതാണ്. എൻ്റെതൊക്കെ പിന്നെ നമ്മൾ 4 നമുക്ക് അറിയാമല്ലോ, 5 എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും. അപ്പോൾ നമ്മളൊക്കെ എല്ലാവരും അങ്ങനെയാണ് വിളിച്ചത്. അപ്പം എന്താ അതൊക്കെ പെങ്ങന്മാരാണ് കേട്ടോ. എല്ലാവരും വന്ന് ഇരിക്കുകയാണ് പെങ്ങന്മാർ 4 ആളും. അപ്പോൾ ഒരു വീഡിയോ എടുത്തതാണത്. പിന്നെ അപ്പം അങ്ങനെ അവിടെയൊക്കെ ഒക്കെ എടുത്തൊക്കെ ഉണ്ട് കേട്ടോ ഫുഡ്. അതിൻ്റെ ഇടയിൽ എനിക്ക് വയറുവേദന നല്ലൊരു താത്ത വിളിച്ചിനി. അവിടെ കുറച്ചുകൊണ്ട് ലേറ്റ് ആവും എന്ന് പറഞ്ഞ്. അപ്പോൾ രാവിലെ വിളിച്ചാൽ നമ്മൾ വെച്ചത് അന്നേരമൊന്നും ഇല്ലേനി. അപ്പം പിന്നെ ഓലെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവിടെ ഓരോരുത്തർ വന്ന് 1 മണിക്ക് 1:30 എത്തിയോലുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും ഫുഡൊക്കെ വിളമ്പാൻ നോക്കാൻ വിളമ്പത്തിന് ഏതായാലും ഇരിക്കാൻ ആകുമ്പോഴത്തിന് ഓരെത്തിയിട്ടാ. പിന്നെ പെണ്ണുങ്ങളും പുതിയ ആപ്പിളമാരും എത്തി. അതിൻ്റെ ബാക്കിൽ പിന്നെ താത്തയും വലിയ മോന് പെണ്ണുങ്ങൾ പിന്നെ പുതിയ ആപ്പിളൊക്കെ പിന്നെ ബാക്കിലാണ് എത്തിയത്. എന്നാലും ഇവർ വന്ന് ആദ്യം വരുന്നൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പം പിന്നെ ഇവരൊക്കെ ആദ്യം ഇരുന്നുകൊണ്ട് ഒരു 10-16 സീറ്റ് പെണ്ണുങ്ങൾക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫസ്റ്റ് ട്രിപ്പിൽ ആണുങ്ങളത് കഴിഞ്ഞിട്ട്. അപ്പം എന്നാൽ പുതിയ വന്ന ആൾക്കാർക്കൊക്കെ ഇരിക്കാമല്ലോ, എന്നാൽ കുറച്ച് പെണ്ണുങ്ങൾക്ക് ഇരിക്കുക എന്നുള്ളതിൽ ആദ്യം അങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെ ഓലൊക്കെ ഇരുന്ന് ഞങ്ങളാ ചോറ് വയ്പ്പും ഇതൊക്കെ കഴിഞ്ഞ്. പിന്നെ അത് ഉപ്പിലിട്ടതാണ് കേട്ടോ. അത് പിന്നെ പൈനാപ്പിളും ഇതൊക്കെ പറഞ്ഞല്ലോ ഉപ്പിലിട്ടത് കൊണ്ടുവച്ചത്. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ വേണ്ടിമാരെടുത്ത് തിന്നുന്നുണ്ട്. ഗുലാബ് ജാമും ഫ്രൂട്ട് സലാഡ് അതും ഉണ്ട്, ഒക്കെ തിന്നുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തിന്നൽ കഴിഞ്ഞില്ല. ഞങ്ങൾ ട്രിപ്പ് തിന്നാണ്. പിന്നെ ലാസ്റ്റ് ഇരിക്കുമ്പോൾ ഞങ്ങൾ ആ കത്തിയിലാണല്ലോ തിന്നത്. അതിൻ്റെ ഇടയിൽ കാക്കി ഞാൻ ഇരുന്നിട്ടില്ല, ബാക്കി എല്ലാവരും ഇരുന്നുണ്ടോ. സീറ്റിലായിട്ടല്ലോ കേട്ടോ. ഞാൻ പിന്നെ കാക്ക എന്നിട്ടും ഇരുന്നില്ല. പിന്നെ അത് മനുവിൻ്റെ ഫ്രണ്ട്സും പിന്നെ പൊന്നും റിച്ചും ഹാറുമാണ് അതിനുള്ളത്. അവൻ്റെ ഫ്രണ്ട്സ് ഇതേമാതിരി വന്നൊക്കെ സപ്ലൈ ചെയ്യാനൊക്കെ എടുത്ത് നിന്നു കേട്ടോ. പിന്നെ നമ്മൾ നാട്ടിലുള്ള മക്കൾ തന്നെയാണ് ഇവിടെ വരലും അവരും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ വിനു ഇതെടുക്കുകയാണ്. അപ്പോൾ ഞാൻ വന്ന് വീഡിയോ എടുക്കുമ്പോഴും ഇങ്ങനെ തല താത്തി നിൽക്കുകയാണ് കാണാതെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മളെ കൊളക്കത്തുള്ള താത്തൻ്റെ, അതായത് കാക്കൻ്റെ 3ാമത്തെ പെങ്ങളെ മരുള്ളൂ. 8 മോനുള്ളൂ, അവൻ്റെ പെണ്ണുങ്ങളാണത് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോകാനൊക്കെ നിൽക്കുകയാണ്. കുറേ ആൾക്കാരൊക്കെ പോയിന്. അതിൻ്റെ ഇടയിൽ പിന്നെ ലാസ്റ്റിക്കാണ് ഞാൻ ഫ്രീ ആയത്. അപ്പം പിന്നെ ഒരു രാമനാട്ടത്തെ ടീമൊക്കെ പോകാൻ വേണ്ടി നിൽക്കണം. ആ വീഡിയോ ആണിത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.